അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ നന്മകളൊക്കെ നമ്മൾ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നമ്മളെല്ലാവരും നമ്മുടെ ദാറുസ്സലാമിന്റെ മജ്ലിസിന്റെ ആരംഭത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പേരുകൾ നമ്മൾ പറയും. ഓരോ പേരിനും അതിൻ്റെതായ പോരുഷകൾ, അതിൻ്റെതായ പൊരുളുകളുണ്ട്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനേറെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ആണായാലും പെണ്ണായാലും അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ഒരു കാര്യത്തെ അള്ളാഹു തട്ടിക്കളയും. ലോകത്തുള്ളവർ മുഴുവനും നിന്നെ കളിയാക്കുന്നു എന്ന് കരുതുക. ലോകത്തുള്ള മുഴുവൻ ആളുകളും നിന്നെ അനാവശ്യങ്ങൾ പറഞ്ഞ്, മോശം പറഞ്ഞ്, കളിയാക്കി, കുറ്റപ്പെടുത്തി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്നെ ഇറക്കാൻ കഴിയാത്ത കോലത്തിൽ ആളുകൾ നിന്നെ വഷളാക്കി കരുതുക. എന്ത് ചെയ്യും? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഏത് പ്രതിസന്ധി വന്നാലും ഏത് സങ്കടം വന്നാലും ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഈ പരിശുദ്ധമായ ഒരു ഇസ്മ റബ്ബിന് വലിയ ഇഷ്ടമാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും കടന്നു വന്നുകൊണ്ട് കളിയാക്കുകയാണ്. അവൻ കള്ളുകുടിയനാണെന്ന് പറഞ്ഞു കള്ളു കുടിച്ചിട്ടില്ല. അതുപോലെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവർ പലരും വന്ന് അനാവശ്യമായി മോശമായി പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിന്നെ കളിയാക്കിയാൽ ആ സമയം നീ ഏൽപ്പിക്കണം ആരോട്? അല്ലാഹ്. നിന്നെ ആക്ഷേപിക്കാൻ ആളുകളുടെ മുമ്പില് നിന്നെ ഒരു മോശക്കാരനായി അവർ ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കുക. ആ സമയം തന്നെ നീ പറയേണ്ടുന്ന ഒരു വാക്കേതാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ നിഅമൻ നസീർ. അല്ലാഹുവേ, ദുനിയാവിലുള്ള ഇന്നവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, എന്നെ മോശം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹ് നീ എന്നെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. ഫഇന്നക തഖ്ലീ വലാ യുഖ്ലാ. അള്ളാഹുവിന്റെ വിധി ഏതെന്നാണോ അള്ളാഹു വിധിച്ചവന്നിനെ ഒരാൾക്ക് തടുക്കാൻ കഴിയില്ല. അള്ളാഹു ഒരാളെ വളർത്താൻ ഉദ്ദേശിച്ചാൽ ഈ ഭൂമി ലോകത്തുള്ളവരെ മുഴുവനും തടയിടാമെന്നാലും അവൻ വളരുക തന്നെ ചെയ്യും. റബ്ബ് പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ അവനെ ഇനി ആരൊക്കെ വളർത്താൻ നോക്കിയാലും അവനിക്ക് വളർച്ചയുണ്ടാകില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹനെ മുറുകെ പിടിച്ചാൽ അള്ളാഹുവിനെ ഏതെന്നും ഏൽപ്പിക്കുന്നോ അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ കാവല്, അള്ളാഹുവിന്റെ സന്തോഷമല്ല നിങ്ങളെ തേടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. നല്ലതുപോലെ അള്ളാഹിനോട് പറയും, നിങ്ങൾ അള്ളാഹു കൈവിടൂല. ഇത് ഉറച്ച വാക്കാണ്. സഹാബത്ത് ചൊല്ലിയ വാക്ക്, അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിട്ടുള്ള വാക്ക്. ഈ വാക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സന്തോഷവും നിങ്ങളെ തേടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അള്ളാന്റെ കാരുണ്യവും അള്ളാന്റെ സഹായവും നിങ്ങളെ തേടി വരും. അതുകൊണ്ട് നല്ല നിയ്യത്തോടെ നല്ല മനസ്സോടെ അത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക്